ഹലോ നമസ്കാരം. നമുക്കിന്ന് UAE എമിഗ്രേഷനിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതായത് ഈ മെയ് മാസം അവസാനമായപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ UAEയിലെ ഏത് എയർപോർട്ടിലേക്ക് നാട്ടിൽ നിന്ന് ആള് വന്നാലും വിസിറ്റ് വിസയിൽ ആള് വരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര്, ഒരുപാടല്ല, നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളതിൽ 90% പേരും വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ വന്ന് ജോലി കണ്ടുപിടിച്ചവരായിരിക്കാം. പക്ഷേ ഇനി അത് നടക്കില്ല എന്നാണ് ഇവരുടെ ഇവിടുത്തെ അധികൃതർ ഇപ്പോൾ പറയുന്നത്. കാരണം വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സിനുള്ളതാണ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ ഉള്ള സാധ്യത നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കാരണം അവര് നമ്മളെ കൊണ്ട് താങ്ങാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആള് ഇവിടെ, അത് നേരത്തെയുള്ള നിയമമാണ്, പക്ഷെ അതൊന്നും പാലിക്കാറില്ല. പക്ഷെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഹോട്ടൽ റിസർവ് ചെയ്തതിന്റെ റെസീപ്റ്റ്, അവിടെ രേഖകൾ നാട്ടിൽ കാണിക്കണം. 2, നാട്ടിൽ എയർപോർട്ടിൽ കാണിക്കണം. എയർപോർട്ടിൽ കാണിച്ചില്ലെങ്കിൽ കയറി വരാം. ഇവിടെ കയറി വന്നാൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അതേ വിമാനത്തിൽ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഹോട്ടൽ റിസർവ് ചെയ്യണം. 2, നിങ്ങളുടെ കയ്യിൽ 3000 ദിറംസോ അതിൽ കൂടുതലോ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിന് തക്ക എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ 3000 to 5000 എമൗണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉണ്ടായിരിക്കണം. അവൈലബിൾ ലിമിറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ കയറി വരാൻ പറ്റൂ. മാത്രമല്ല, റിലേറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ റിലേറ്റീവ്സ് ആണ് ആരുടെയെങ്കിലും കാണാൻ റിലേറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഉള്ളവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറി വരാൻ പറ്റൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും വന്ന ഒരുപാട് പാസഞ്ചേഴ്സ്, ഒരുപാട് ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞു വന്ന, ജോലി അന്വേഷിക്കാൻ വന്ന ഒരുപാട് പേര് കയ്യിൽ വേണ്ടത്ര കാശ് ഇല്ലാത്തത് കൊണ്ടും ഹോട്ടൽ റിസർവേഷൻ കാണിക്കാത്തത് കൊണ്ടും അവർ മടക്കി അയക്കുകയുണ്ടായി. അപ്പോ അതുപോലെ തന്നെ വേറൊരു കേസ് പറയുന്നത്, വിസിറ്റ് വിസയിൽ വരുന്ന എല്ലാവരും ഒരു ഡമ്മി ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. തിരിച്ചു പോകാനുള്ള ഡമ്മി ടിക്കറ്റ് ഇവിടെ എത്തിയ ഉടൻ തന്നെ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാണ്. പക്ഷേ ഇനി അത് പാടില്ല. ഡമ്മി ടിക്കറ്റ് അല്ല, ഒറിജിനൽ ടിക്കറ്റ് ഇവിടെ കാണിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്തായിരുന്നാലും UAEയിലേക്ക് വരുന്നവർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, നിങ്ങളുടെ കയ്യിൽ വേണ്ട പൈസ ഉണ്ടായിരിക്കണം. 3000 to 5000, എത്രയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. 3000-ൽ കുറയാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3000 ദിറംസ് മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയോ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാവുകയും ചെയ്യുക. അല്ലെങ്കിൽ അത് തക്കതായ ഇന്ത്യൻ മണി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. 2, നിങ്ങളുടെ ഡമ്മി ടിക്കറ്റ് അല്ലാതെ ഒറിജിനൽ ടിക്കറ്റ് കാണിക്കുക. 3, ഹോട്ടൽ റിസർവേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ UAEയിലെ ഏത് എയർപോർട്ടിലേക്കും വരാൻ പറ്റും. ദുബായ്, ഷാർജ, അബുദാബി എന്നല്ല, എവിടേക്കും വരണമെങ്കിൽ ഇങ്ങനത്തെ കടമ്പകൾ കടന്ന് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനിയൊരു വീഡിയോ ഇനിയും കാണാം. ബൈ.